ബാച്ചിൻ്റെ ഇതുവരെ നടന്നിരിക്കുന്നത് നമ്മുടെ സംഘമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരുടെയും മക്കളിൽ വിജയം നേടിയവർക്ക് കൊടുക്കുന്ന ഒരു അനുമോദനം. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടുപോയതിനു ശേഷം ഏറ്റവും മാതൃകാപരമായി സൗഹൃദം നിലനിർത്തുന്നതിനും അതുപോലെ പൂർവാശ്രമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന് ഏറ്റവും കൂടിയ രീതിയിൽ ഏറ്റവും മഹത്തരമായ രീതിയിൽ സംഭാവനകൾ ചെയ്യുന്നുണ്ട്. കാശ് കൊടുത്തുള്ള സംഭാവന നടത്തി മാത്രം അതിൻ്റെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി. അപ്പം അങ്ങനെ എല്ലാ സന്നിഗ്ധ ഘട്ടങ്ങളിലും വളരെ ഗൗരവപരമായി ഇടപെടുന്ന ഒരു ബാച്ചിൻ്റെ ഒരു സവിശേഷമായ പരിപാടിയാണ്. ഇതിലും ഈ പരിപാടിയിൽ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കും. പക്ഷേ പൂർവ്വ വിദ്യാർത്ഥികളുടെ വീട്ടിലും അല്ല അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഒരു പരിപാടി മറ്റു ഗ്രൂപ്പുകൾക്ക് കൂടി മാതൃകയാവുന്ന തരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മധുരിക്കും ഓർമ്മകളും നമ്മുടെ ഇന്ന് കൂടിച്ചേർന്നിരിക്കുന്നത് ഈ കുട്ടികൾ നേടിയ വിജയത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നടത്തുന്നതാണ്. കാരണം പല കുട്ടികളും ഒരു 2 വർഷം മുമ്പ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്രിൻസിപ്പാള് റിസൾട്ട് വന്ന ദിവസം വളരെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നാ മാഷെ ചെയ്യുക എന്നാണ്. എന്താ ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ SLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിൽ A+ നേടുകയും എന്നാൽ ഹയർ സെക്കൻഡറി റിസൾട്ട് വരുന്ന ദിവസം കുട്ടിയെ കാണാനില്ല. കാരണം കുട്ടി പരാജയപ്പെട്ടു. കുട്ടിയെ കാണാനില്ല. അപ്പോൾ ഇതിന്റെ ഒരു വേവന സങ്കടം അവസാനിക്കുന്നില്ല. കാരണം എന്തിനാണ് ആ കുട്ടി പോയത്? അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇന്നിവിടെ വിജയം നേടി എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളോട് അവർ നേടിയിരിക്കുന്ന ഈ വിജയത്തിൽ അവരുടെ അച്ഛനമ്മമാർക്കും അവരുടെ കൂട്ടുകാർക്കും എല്ലാം ഉള്ള എന്താണ് സന്തോഷം അല്ലേ? സന്തോഷം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് പ്രകടിപ്പിക്കുക. സന്തോഷം കുറച്ചൊക്കെ മുഖത്തൊക്കെ കാണാനുണ്ടാവും. നമ്മളിങ്ങനെ സന്തോഷം എന്നുള്ള ഗൂഢമായിട്ട് ആസ്വദിച്ചാൽ പോലെ കുറച്ച് പുറത്തെല്ലാം കാണാത്തൊക്കെ രീതി. അപ്പൊ അത്തരത്തിൽ ആഘോഷിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർ LSSൽ വിജയം നേടിയവരുണ്ട്, അതുപോലെ തന്നെ USSൽ വിജയം നേടിയവരുണ്ട്, SSLC വിജയം നേടിയവരുണ്ട്, അതുപോലെ ഹയർ സെക്കൻഡറി വിജയം നേടിയവരുണ്ട്. അത്രേ ആയിട്ടുള്ളതാണ് ഒരു വയസ്സ് അല്ലേ? നമ്മളെ ഇത്രയും പ്രായമുള്ള കുട്ടികളെ പിന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള വയസ്സ് നിങ്ങളുടെ അച്ഛനമാർക്കുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ തന്നെ ആയിരിക്കും ഇനി ഭാവിയിൽ നടത്തുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി റാങ്ക് നേടിയവരൊക്കെ ആയിരിക്കും ഇവിടെ അഭിനന്ദിക്കുവാന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു വലിയ അഭിനന്ദനത്തിന് ഇനിയും എൻ്റെ ഈ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ കുട്ടികൾ അവസരമൊരുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അവരെ അതിന് പ്രാപ്തമാക്കാൻ നമ്മുടെ ഈ രക്ഷിതാക്കൾക്ക് മാത്രമല്ല മറ്റു രക്ഷിതാക്കൾക്കും സാധിക്കട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കുട്ടികളെയും രക്ഷിതാക്കളെയും ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ കവിഞ്ഞ് ഇത്തരത്തിലൊരു കൂട്ടായ്മയിലൂടെ നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാരുടെ മക്കളെ അനുമോദിക്കുക എന്നുള്ളൊരു ചടങ്ങ് വളരെ പ്രശംസനീയമായ രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനെ അനുമോദിക്കുകയാണ്. അതിൻ്റെ അനുമോദനം നൽകുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും അറിയിക്കുകയാണ്.
ആയിട്ട് നമ്മൾ 2 സംഘമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ പുറമെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുമോദന പരിപാടി ആദ്യമായിട്ടാണ് നമുക്ക് നടത്തുന്നുള്ളത്. അത് ഇതേപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു വിവേചനമില്ലാതെ പിന്നെ SLC +2 USS നേടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഒരേ രീതിയിൽ കണ്ട് വിവേചനമില്ലാതെ ഒരു അനുമോദന ചടങ്ങാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് വിജയകരമായിട്ട് ഇവിടെ നടന്നിരിക്കുകയാണ്.